ഓസ്കാർ അവാർഡ് പിന്നെ റഹ്മാൻ പാടിയതൊക്കെ പറ. അതൊക്കെ നമ്മൾ അതൊക്കെ കുറെ സോങ്സ് ഉണ്ട്. ഞാൻ തിരുപ്പാച്ചി അരുവാള തീട്ടിക്കിട്ട് വാടാ വാടാ ആ സോങ് ആണ് എൻട്രി. അപ്പോ അത് കഴിഞ്ഞിട്ട് അത് പടയപ്പാല് വെട്രിക്കൊടി കെട്ട്. ദെൻ ചെയ്യ ഓസ്കാർ അവാർഡ് വിൻ ചെയ്ത മൂവിയിൽ പാടിയത് വന്നിട്ട് അത് പാടണമെങ്കിൽ കൂടെ കുറെ മെഷീനൊക്കെ മറ്റേ ICU പോലത്തെ കുറെ സാധനങ്ങൾ എടുക്കണം. അത് ദാറ്റ് വാസ് ലിക്വിഡ് ഡാൻസ് എന്ന് പറഞ്ഞൊരു പാട്ടായിരുന്നു. അതിനകത്ത് ഒരു ജതി പോർഷൻ പോലെ വരും. അത് തടിക്കട്ടയും തടിക്കട്ടയും അതായിരുന്നു ആ പോർഷൻ. അത് ഫുള്ളായിട്ട് റഹ്മാൻ സാർ അതിനകത്ത് എന്തൊക്കെയൊക്കെയോ മറ്റേ എന്താ പറയാ വോക്കോഡറൊക്കെ അന്നത്തെ അവൈലബിൾ ഗംഭീരമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് സോങ് വാസ് കുറച്ച് ടെക്നിക്കലി മെഷീനൊക്കെ വെച്ച് ചെയ്യേണ്ട പാട്ടായിരുന്നു. മെഷീൻ എടുക്കാൻ മറന്നുപോയി. അതുപോലെ കുറെ ശ്രീറാം സർ നമ്മുടെ പടയപ്പാല് തന്നെ മിൻസാരപ്പൂവേ അതിലെ ജതി സാറല്ലേ പറഞ്ഞത്? ജതി പറയാൻ വേണ്ടിട്ട് മാത്രമായിട്ടൊരു തൊഴിലുറപ്പ് പദ്ധതിയിൽ ഞാനൊരു അംഗമായിരുന്നു അവിടെ. അത് കേട്ടിട്ടില്ലേ? ജതി സാറാണ് പറഞ്ഞത്. അത് മറ്റേ ആ സംഗമം മൂവിയിലൊക്കെ ഉണ്ടായിരുന്നു. ഇത് പറയുമ്പോ എനിക്ക് ഒരു കാര്യം കൂടി എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട്. അതായത് ഇതിൽ മൃദംഗം വായിച്ചിട്ടുള്ള ശരത്തണ്ണന്റെ ഒക്കെ വളരെ ക്ലോസ് ഫ്രണ്ടാണ് DA ശ്രീനിവാസ്. DA ശ്രീനിവാസ് അണ്ണനാണ് സത്യത്തില് എന്റെ എൻട്രിക്ക് കാരണമായത് ഇവിടെ റഹ്മാൻ സാറിന്റെ സ്റ്റുഡിയോയില്. കാരണം ബേബിയാണ് ആദ്യം വിളിച്ചത് എൻ്റെ വൈഫിന് അവിടെ പാടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ മറ്റേ ഡ്രൈവറായിട്ട് പോയതായിരുന്നു കൂടെ. അപ്പൊ ഈ ഡ്രൈവറായിട്ട് പോയതിന്റെ ഒരു ഗുണം കിട്ടിയ എന്താണെന്ന് വെച്ചാൽ സാധാരണ ഈ കർണാട്ടിക് മ്യൂസീഷ്യൻസിന് വന്നിട്ട് പെട്ടെന്ന് ഈ ഒരു 4 ബാർ പാടുങ്ങമ്മ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അറിയില്ല. അവർ താളവട്ടത്തിലൊക്കെ പറയണം. അപ്പൊ ബേബിയുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പോ അവൾക്ക് ഭയങ്കര ടെൻഷനായി എന്താണെന്നുള്ള. അപ്പൊ തക്ഷക് എന്നുള്ളൊരു മൂവി ആയിരുന്നു. അതിൽ ആ തോം അപ്പോ ഞാൻ പറഞ്ഞു സാർ ഇഫ് യു ഡോണ്ട് മൈൻഡ് ഞാൻ ഒന്ന് ഹെൽപ്പ് ചെയ്യാം. കാരണം എൻ്റെ മനസ്സിനകത്ത് എങ്ങനെയെങ്കിലും ഒന്ന് പാടി കിട്ടണമെന്നായിരുന്നു. ഇപ്പോൾ പെട്ടെന്ന് അത് സംഭവം നമ്മൾ പറയാമല്ലോ ചില സ്ഥലങ്ങളിൽ ചില ബൗണ്ടറി അല്ലാത്ത സ്ഥലങ്ങളിൽ ഒരു പൂച്ച പോയി ചെന്ന് കഴിഞ്ഞാൽ ആ പൂച്ച അങ്ങനെ നോക്കും, ആ പാടെ പ്രശ്നം. അതുപോലെ ബേബിക്ക് ആ സ്റ്റുഡിയോ എൻവിറോൺമെന്റ് കുറച്ച് പ്രശ്നമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ നോക്കണ്ട, നമുക്ക് സിമ്പിൾ ഞാൻ പറഞ്ഞു കൊടുക്കാന്നുണ്ട്. നിങ്ങൾ പാടുമോ എന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. കുറച്ച് പാടും സാർ. അപ്പം അങ്ങനെയാണ് സ്റ്റുഡിയോയിൽ ഞാൻ അയാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ റഹ്മാൻ സാർ പറഞ്ഞു എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, നിങ്ങളുടെ കൂടെ കുറച്ച് സ്വരം എടുക്കാം ഞാൻ ഇഫ് യു ഡോണ്ട് മൈൻഡ് എന്ന് പറഞ്ഞ് വളരെ എന്താ പറയുക വളരെ സന്തോഷത്തോടു കൂടി പുള്ളി പറഞ്ഞു. ഞാനും കുറച്ച് പാടി എന്തൊക്കെയൊക്കെയോ പാടി അത് റെക്കോർഡായി. എന്നിട്ട് പറഞ്ഞു പോകുമ്പോൾ സ്വാമിജിയുടെ അടുത്ത് നമ്പർ കൊടുത്തിട്ട് പോകാൻ പറഞ്ഞു. ദാറ്റ് വാസ് ദ എൻട്രി. ഓക്കെ, അപ്പോൾ സർ ഇനിയും സാറിന്റെ മ്യൂസിക് ജേണിയിലെ ഒരുപാട് സ്റ്റോറീസ് നമുക്ക് എല്ലാവർക്കും കേൾക്കണം. അപ്പൊ എന്തായാലും സാറിന്റെ സീറ്റ്സ് അവിടെയുണ്ട്. ഇനി ഒന്നിച്ചുള്ള പാട്ടുകളും ശരത് സാറും ശ്രീറാം സാറും മഞ്ജരി ചേച്ചിയെ കൂടെ നമ്മളിന്ന് തകർക്കും. ഓക്കെ, കുട്ടികൾക്ക് പാടാൻ സമയം കാണത്തില്ല.